ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസ് തമിഴ് സീസൺ 8 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ എപ്പിസോഡാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആളും പുതുസ്, ആട്ടവും പുതുസ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാം. വായോ എൻ്റെ കൂടെ. ഇന്നലെ തന്നെ നമ്മുടെ ജാക്ലിൻ റൂമിൽ കിടക്കത്തില്ല. കാര്യം എന്താണ്? ആണുങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ നോമിനേഷൻ ഫ്രീ തരണമെന്നുള്ളത്, എന്നാൽ മാത്രമേ പിങ്ക് റൂം തരൂ എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാക്ലിൻ കിടന്നുറങ്ങിയത്. രാവിലെ ആകുന്നു, എണീക്കുന്നു, സംസാരിക്കുന്നുണ്ട്. പാട്ടിൻ്റെ സമയമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ കൊക്കിക്കുമാർ എങ്ക ഏരിയ ഉള്ള വരാതെ ആ പാട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടൊരു ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഇന്നലെ നമ്മുടെ സേതുപതി സാർ പോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. എനിക്കത് ഇന്നലെ പറയാൻ മറന്നു. എന്താണെന്നറിയാമോ? അതായത് ഈ ആഴ്ച, അതായത് ഈ 24 മണിക്കൂറിനുള്ളിൽ ഒരു എലിമിനേഷൻ നടക്കും. അതായത് ഇന്ന് രാവിലെ ഒരു എലിമിനേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആരാണ് എന്താണെന്നുള്ള കുറച്ച് ഡിസ്കഷനൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിവിടെ പിള്ളേരൊക്കെ രാവിലെ എണീറ്റ് റെഡിയായി ഡാൻസൊക്കെ കളിച്ച് ബിഗ് ബോസിൻ്റെ നമുക്ക് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരു പാട്ടാണ് അവർക്കൊരു വൈബ്, ഒരു എനർജി കിട്ടുന്നത്. കാണുന്നത് നമ്മൾക്കും അതുപോലെ അവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ പാട്ടൊക്കെ കളിച്ചു. പക്ഷേ രവീന്ദ്രജി മാത്രം കളിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റ് വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും അകത്ത് വന്നതിന് ശേഷം നമ്മുടെ രവീന്ദ്രജിയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അതായത് 24 മണിക്കൂർ ഒരാൾ പോകണമല്ലോ, അപ്പോൾ അത് ആര് പോകും എന്ന രീതിയിൽ അവർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഓരോരുത്തർ റീസൺ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെഫ്രി പറഞ്ഞു, എനിക്ക് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ നിങ്ങൾക്കാണ് നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഒരു കാലത്തുള്ളേ വീട്ടുക്കുള്ളേ ഒരു നേരത്തെ സോത്തുക്ക് കഷ്ടം, നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്ത് ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കൂടെ പിറന്ന ആരുമില്ല, ഞാൻ ഒറ്റ മകനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ സഹോദരങ്ങളെ കിട്ടി, ഇവരോടൊപ്പം എനിക്ക് കുറച്ച് ദിവസം ജീവിക്കാൻ അല്ലെങ്കിൽ ഇവിടെ വാഴണം എന്ന രീതിയിൽ സംസാരിക്കുന്നു. ദീപക് പറയുന്നുണ്ട്, എൻ്റെ മകൻ ട്രോഫി വാങ്ങാതെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ മകൻ വഴക്ക് പറയും, അതുകൊണ്ട് എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രവീന്ദ്രജി പറയുന്നുണ്ട്, എനിക്കും ഈ ഒരു സ്റ്റേജ് ആവശ്യമാണ്, മാത്രമല്ല ആമയുടെ ബലം തണ്ണിക്കുള്ളേ, പിന്നെ എന്താണ് മൊയിലിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ റോഡിനുള്ളിൽ, പക്ഷേ എന്നോട് ബലം ബിഗ് ബോസ്. അപ്പം ഞാൻ ആ ബിഗ് ബോസിനെ വിശ്വസിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിച്ചതിന് ശേഷം സഞ്ജന പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെയാണ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ പോകാൻ റെഡിയാണ് എന്ന രീതിയിൽ സംസാരിച്ച് പിന്നീട് അത് ഈ കൊച്ചിന് കുരുക്കായി മാറുന്നുണ്ട്. ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ബിഗ് ബോസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ വോയിസ് എന്നറിയാമോ? വാട്ടേ വോയിസ്, അടിപൊളി ശബ്ദമായിരുന്നു. ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വോയിസ്. സൂപ്പർ വോയിസാണ് കേട്ടോ. ബിഗ് ബോസ് പറഞ്ഞു, മെൻ വേഴ്സ് വിമൻ ആണ്. അപ്പോൾ മെന്നിൻ്റെ ഭാഗം, അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ നോക്കണം, പെണ്ണുങ്ങളുടെ വീട് പെണ്ണുങ്ങൾ നോക്കണം എന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്നു. മാത്രമല്ല, ഈ വീട്ടിൽ ആൺകളാണോ പെൺകളാണോ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. കോട്ട വിട്ടിടതാങ്കി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് പോകുന്നുണ്ട്. അതിനുശേഷം ഇവർ ഡിസ്കസ് ചെയ്യുവാണ് എന്ത് നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ കാര്യങ്ങൾ അവർ നോക്കുകയല്ല, നമുക്കിപ്പം നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഓരോരുത്തരായിട്ട് രണ്ടുപേരെ, പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും സഞ്ജനയും അതുപോലെ തന്നെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നും മുത്തുകുമാരൻ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സീസൺ ആദ്യമായിട്ട് കൺഫെഷൻ റൂമിൽ കയറിയിരിക്കുന്നത് മുത്തുകുമാരനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ആരെ കൂപ്പിട്ട് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതവർ ചെയ്തു തരണം. മാത്രമല്ല വെള്ളത്തിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം രവീന്ദ്രജിക്കായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിയിട്ടായിരിക്കണം പെണ്ണുങ്ങൾ വെള്ളം എടുക്കേണ്ടത്. മാത്രമല്ല, സ്റ്റോർ റൂമിൽ 2 പേർക്ക് ഞങ്ങളിവിടെ വരാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ അനുവാദം വാങ്ങിയതിന് ശേഷമേ ഇവിടെ വരാവൂ, സ്റ്റോർ റൂമിൽ വരാവൂ. അതുപോലെ ടീ കോഫി ആരുണ്ടാക്കണം എന്ന രീതിയിൽ അവർ പറയും, അത് തീരുമാനം എടുക്കണം. അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊടുക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് സഞ്ജന വരുന്നുണ്ട്. സഞ്ജനയും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, അതായത് ഞങ്ങളുടെ അനുവാദമില്ലാതെ കൺഫെഷൻ റൂമിൽ പോകാൻ പാടില്ല, സ്റ്റോർ റൂമിനകത്ത് ഞങ്ങളുടെ അനുവാദം വേണം. ഇങ്ങനെ ഇവരും കുറച്ച് ഡിമാൻഡൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അതിനെ എതിർക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരാവശ്യത്തിനായിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ വ്യക്തിപരമായ കാര്യം സംസാരിക്കാനാണ് കൺഫെഷൻ റൂമിൽ വരേണ്ടതാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്ത് വന്നതിന് ശേഷം ഇവർ നമ്മുടെ ദർശികയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആണുങ്ങൾ അവർ എന്ത് യൂണിറ്റിയാണ്, അവർക്കൊരു ഒത്തൊരുമയുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിലോ നമ്മൾക്ക് ഒരു ഇതും ഇല്ല, അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പൊതുവിൽ എന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്.
എനിക്കത് കേട്ടപ്പോൾ ചൊറിഞ്ഞു വന്നു. എന്നാലും അവർ പൊതുവിലൊരു സത്യം തന്നെ പറഞ്ഞിരിക്കുന്നു, എപ്പോഴും ആണുങ്ങൾ തന്നെ ബെസ്റ്റ് കേട്ടോ. അവർക്കൊരു യുണൈറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ത് വന്നാലും അവർ ഒപ്പത്തിന് നിൽക്കും. പെണ്ണുങ്ങൾക്കാണ് തമ്മിൽ തമ്മിൽ പാരയൊക്കെ ഉള്ളതല്ലേ. എന്തായാലും ഇവിടുത്തെ ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, 24 മണിക്കൂറിൽ ഒരാൾ ഇവിടെ നിന്ന് പോകുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ, അതായത് നിങ്ങൾ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ പേര് പറയാൻ പറഞ്ഞു. നിർഭാഗ്യവശാൽ എല്ലാവരും കൂടെ പറഞ്ഞിരിക്കുന്നത്, ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നത് സഞ്ജനയാണ് കേട്ടോ. പക്ഷേ സഞ്ജന അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നേരത്തെ സഞ്ജന പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകാൻ വില്ലിങ് ആണെങ്കിൽ പോകാം, ആ ഒരു പോയിന്റ് പിടിച്ചിട്ടാണ് കുറച്ച് പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സഞ്ജനയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ട്രോഫി കിട്ടി, ആ ട്രോഫിയും എടുത്തുകൊണ്ട് പുറത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കല്ലുണ്ട്, ആ കല്ലിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിവിടെ ഉടച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭയങ്കര വിഷമത്തോടെ കുട്ടിയെ ആ ട്രോഫിനെ ആ കല്ലിൽ ഉടച്ച് എന്തെല്ലാം പ്രതീക്ഷയോടായിരിക്കും വന്നത്. വേറെ ലെവലിലാണ് കേട്ടോ ബിഗ് ബോസിൽ ആദ്യത്തെ ഒരു എപ്പിസോഡ് തന്നെ ഫസ്റ്റ് എലിമിനേഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ടസ്റ്റൻ്റ് ആരും വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഉടഞ്ഞ് നടക്കുന്നത് കണ്ടപ്പം ഞാൻ കരഞ്ഞു കേട്ടോ. എനിക്ക് നല്ല വിഷമം തോന്നി. പ്രത്യേകിച്ച് വിജയ് സേതുപതി സാറിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ് മഹാരാജ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകളായിട്ട്. എന്തായാലും അവൾ അത്ര ഹാപ്പി അല്ലാതെ ഒരുവിധം അവരോട് ബൈ പറഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. പോയതിന് ശേഷം ഇവിടെ നമ്മുടെ ജാക്വിലിനും മുത്തുകുമാരനും ഒരു വാഗ്വാദം വരുന്നുണ്ട്. അതായത് നീ ഇന്നലെ രാത്രി ആ മുറിയിൽ കിടന്ന് ഉറങ്ങിയില്ല, പക്ഷെ ഇന്ന് രാവിലെ നീ അവരോടൊപ്പം ചേർന്ന് കോംപ്രമൈസ് എത്തിയല്ലോ, അതെന്താണെന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നു. ഇവിടെ അർണവും അഞ്ജിതയും കൂടെ എന്താണെന്നറിയുമോ, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ പറയുവാണ് അർണവ്, ആ കുട്ടിയെ സഞ്ജന എല്ലാവരും കൂടെ കോർണർ ചെയ്തു, ഒരു പോയിന്റ് ആ കുട്ടി പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനെ കോർണർ ചെയ്തിട്ട് ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് റിയലായിട്ട് കരയെന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ ടാസ്ക് കൊടുക്കുകയാണ്. എൻ്റെ പൊന്നോ, ആദ്യത്തെ ടാസ്ക് ഇതാ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെടാൻ കാരണം ഈ ടാസ്കുകളാണ് കേട്ടോ. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. ടാസ്ക് നമ്പർ എന്താണെന്ന് വെച്ചാൽ തലവന തലവിയ, അതായത് നാം ഗാലി യാർ ഗാലി. അത് രണ്ട് സൈഡിൽ രണ്ട് അത് ഈക്വലായിട്ട് ഇട്ടുകൊണ്ട് ബസ്സറടിക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി പെണ്ണുങ്ങളിരിക്കുക, ഇപ്പുറത്തെ സൈഡിൽ ആണുങ്ങളിരിക്കുക. ഇതിൽ ആരാണ് ആ കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ അവർ ഔട്ടാകും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ഔട്ടായിരിക്കുന്നത് രവീന്ദ്രജിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ബോഡി വെയിറ്റ് തൊട്ട് അത് അവിടെ ഓടിയെത്താനും പറ്റില്ല. ഇപ്പം ഞാൻ അവിടെ മത്സരിക്കാൻ പോയാലും ഞാനായിരിക്കും ആദ്യം ഔട്ടാകുന്നത് പെണ്ണുങ്ങളെ സൈഡിൽ നിന്ന് കേട്ടോ. എന്തായാലും രവീന്ദ്രജി ഔട്ടായി. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിം രണ്ടാമത് ഇവർക്ക് ആണുങ്ങളുടെ സൈഡിൽ നിന്നിട്ട് ഇവരെ തടുക്കാം. മനസ്സിലായി? ഓരോ സൈഡും ആണുങ്ങളാണ് ഔട്ടാവുകയാണെങ്കിൽ അടുത്ത റൗണ്ട് വന്ന സമയത്ത് അവർക്ക് തടുക്കാം, പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് ബ്ലോക്ക് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ബ്ലോക്ക് ചെയ്ത് അവസാനം വരെ ആരാണോ നിൽക്കുന്നത് അവർ ജയിക്കും. പക്ഷേ ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, മെൻ വെസ് വുമൻസിൻ്റെ ആദ്യത്തെ ടാസ്ക്, സീസൺ 8ൻ്റെ ആദ്യത്തെ ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് ദർശിക എന്ന് പറയുന്ന പെൺകുട്ടി. നല്ല ചുണക്കുട്ടിയാണ് അവൾ. നല്ല ജാമായിട്ട് നിന്ന് നല്ല ജില്ലായി നിന്നുകൊണ്ട് ഓടി ആണുങ്ങളെയൊക്കെ തട്ടിമാറ്റി ചെയറിൽ പോയിരുന്നു. അങ്ങനെ ആദ്യത്തെ ക്യാപ്റ്റൻ മുതൽ തലവി ആയിട്ട് ആ ഒരു പട്ടം നേടിയിരിക്കുന്നത് വേറെ ആരുമല്ല, ദർശികയാണ്. ദർശിക കൺഗ്രാജുലേഷൻ, അടിച്ച് കയറി വാ. അപ്പോൾ എന്തായാലും നമുക്ക് ദർശികയുടെ കളി നമുക്ക് വരും ദിവസങ്ങൾ കാണാം. മുത്തുകുമാരൻ ഇപ്പോൾ കൺഗ്രാജുലേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ബിഗ് ദർശികയെ അപ്രീസിയേഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബിഗ് ബോസ് സീസൺ 8ൻ്റെ തമിഴ് സീസൺ 8ൻ്റെ ആദ്യത്തെ ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് മെൻ വെസ് വിമൻ സൈഡിൽ വിമനാണ്. അതായത് നമ്മുടെ ദർശികയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു എവിക്ഷൻ പ്രക്രിയ അടുത്ത വാരം, അതായത് അടുത്ത ആഴ്ച നമ്മുടെ സേതുപതി സാറ് വരുന്ന സമയം ഇവിടെ നിന്ന് രണ്ടുപേരോ ഒരാൾ ഔട്ടാവണമല്ലോ. അപ്പോൾ അതിന് നോമിനേഷൻ പ്രക്രിയ ആ സോഷ്യൽ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ദർശികത വീണ്ടും വന്നിരിക്കുന്നത് എന്തെന്നറിയാമോ, കൺവെൻഷൻ റൂമിനകത്ത് ആളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ദർശിക പറഞ്ഞിരിക്കുന്നത് 2 പേര്, ഒന്ന് ജാക്വിലിനും രഞ്ജിത്തുമാണ് കേട്ടോ. അപ്പോൾ കുറേ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്, ജാക്വിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തുകുമാരൻ വന്നിരിക്കുന്നു. രഞ്ജിത്ത് ആൻഡ് അരുണിനെയാണ് പിന്നെ പുള്ളിക്കാരൻ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോരോ റീസൺ പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ബിഗ് ബോസിൻ്റെ തമിഴ് റിവ്യൂ പറയുന്നത് കേട്ടോ. മലയാളത്തിൽ അങ്ങനെ വിശകലനം ചെയ്ത് പറയുന്ന പോലെ തമിഴ് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കുറച്ച് പേരാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ജാക്വിലിൻ വന്നിട്ടുണ്ട്. ജാക്വിലിൻ പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവും അതുപോലെ തന്നെ സുനിതയാണ്. വിശാൽ ആൻഡ് സുനിതയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേര് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതിനുശേഷം എന്താ നമ്മുടെ ജെഫ്രി വന്നിരിക്കുന്നത്. ജെഫ്രി പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യ ആൻഡ് രവീന്ദർ. നമ്മളെ രവീന്ദ്രല്ലേ, ആ രവീന്ദ്രനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്ര വന്നിട്ടുണ്ട്. രവീന്ദ്ര പറഞ്ഞിരിക്കുന്നത് അൻഷിത ആൻഡ് ജെഫ്രിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജെഫ്രി നമ്മുടെ രവീന്ദ്രർ ജെഫ്രിയെ പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് സഞ്ജനെ ഔട്ട് ചെയ്യണം, അതായത് 24 മണിക്കൂറിൽ ആര് പുറത്ത് പോകണം എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ജെഫ്രിയെ പറഞ്ഞു ജെഫ്രി നല്ല എൻ്റർടൈൻമെൻറ്റാണ്, അപ്പോൾ ജെഫ്രിയുടെ ഈ എന്താ പറയണ്ടേ മ്യൂസിക് എല്ലാം കേൾക്കണം, എനിക്കത് എൻജോയ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ജെഫ്രിയെ
ഔട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നോമിനേഷൻ ചെയ്തിരിക്കുന്നു. അത് എനിക്ക് ഡബിൾ സ്റ്റാൻഡ് പോലെ തോന്നി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ സുനിത വന്നിരിക്കുന്നു. സുനിത ജാക്വലിൻ ആൻഡ് രഞ്ജിത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്തും ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു സീരിയൽ സിനിമ നടന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇത് കണ്ട സമയത്ത് എനിക്ക് എവിടെയോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. നമുക്ക് കാണാം, നോക്കാം, പോകാൻ നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയയും കഴിഞ്ഞിരിക്കുകയാണ്. 6 പേരാണ് കേട്ടോ വോട്ടിന് അർഹരായിരിക്കുന്നത്. ജാക്വലിൻ, അതുപോലെ തന്നെ രഞ്ജിത്ത്, അരുൺ, മുത്തുകുമാരൻ, സൗന്ദര്യ, രവീന്ദർ, ഈ 6 പേരാണ് കേട്ടോ. അപ്പോൾ 6 പേർക്കും വോട്ട് കൊടുക്കണമെന്നൊക്കെ രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം 24 മണിക്കൂറിനുള്ളിൽ ബിഗ് ബോസ് തമിഴ് സീസണിൽ നിന്നും ആദ്യമായിട്ട് ഔട്ടായിരിക്കുന്നത് സഞ്ജന ആണ്. അതിനുശേഷം നമുക്കൊരു പെണ്ണ് തന്നെയാണ് ക്യാപ്റ്റനായി വന്നിരിക്കുന്നത്, ദർശിക. അപ്പോൾ ഇന്നൊരു കുട്ടി പുറത്താകുകയും അതുപോലെ തന്നെ ഒരു കുട്ടി തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ട് വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു എലിമിനേഷൻ ഉണ്ടായിരുന്നു, മാത്രമല്ല ഒരു ഗെയിം ഉണ്ടായിരുന്നു, പിന്നെ നോമിനേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയം എൻ്റെ ബിഗ് ബോസ് തമിഴിൻ്റെ റിവ്യൂ കണ്ട എൻ്റെ മുത്തുമണികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുന്നുണ്ട്. നാളത്തെ റിവ്യൂമേ വരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നു. വിജയ് രമേശ് വ്ലോഗിലെ വിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. വീണ്ടും സദ്യക്കും വരെ വണക്കം മക്കളെ, വണക്കം. ബൈ ബൈ.